നോക്കണേ. ഒറ്റക്കൈയിൽ കൊണ്ടുപോകുന്ന കണ്ടാൽ നിങ്ങളെ വിചാരിക്കും ഡമ്മി ആയിരിക്കുന്നു, പക്ഷെ ഡമ്മി അല്ലായിരുന്നു. 2 kg വെയിറ്റ് വരുന്ന 2 ടയർ ആയിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ. ആരും പേടിക്കണ്ട, കേക്ക് നമ്മൾ സേഫ് ആക്കിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. സോ കമോൺ, നമുക്ക് ഡെക്കറേഷനിലേക്ക് പോവാം. അപ്പോൾ ഇത് വീടിനടുത്തുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ തന്നൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അവളുടെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് മുന്നേ ചെയ്ത സെയിം ഡിസൈൻ ആയിരുന്നു റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത് ബോയ്ക്കുള്ള കേക്കായിരുന്നു. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാക്ക് മാറ്റി സെറ്റ് ചെയ്തെടുത്തു. ഫ്ലേവർ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഫോക്സ് ബോളും പിന്നെ ഫ്ലവർ ഞാൻ ഒരു 2-3 വട്ടം ചിന്തിച്ചു വെക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് ഫോക്സ് ബോൾസിന്റെ കൂടെ ഒരു ഫ്ലവറും കൂടെ വരുമ്പോൾ അഹങ്കാരം പറയില്ല കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. ഇത് വലിയ ഫ്ലവറിൽ രസം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞി ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇടയായിട്ട്. ജസ്റ്റ് ഒന്ന് കണ്ടപ്പം ലൈക്കായപ്പോൾ ഒന്ന് മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഈ പിങ്ക് തന്നെയായിരുന്നു ഷെയ്ഡും വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത്. നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ടൊന്ന് പറ കേട്ടോ, എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം. സജഷൻസും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് സൈസ് 2 സൈസിലുള്ള വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടോപ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേൻ്റെയും ഫസ്റ്റ് എന്നുള്ളതും ദെൻ നെയിം കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ചെറിയ കുഞ്ഞി ഷുഗർ ബോൾസ് ആഡ് ചെയ്തിട്ട് ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഹൗ ഇസ് ഇറ്റ്? സോ ഇനി കസ്റ്റമറോട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത് 2 ടയറാണ്, കൊണ്ടുപോക്ക് നടക്കുമോ എന്നുള്ളത് ഉറപ്പില്ല. ഒരാളും കൂടി എന്തായാലും കൊണ്ടുവരണം, 2 വീലറിലായതുകൊണ്ട്. അപ്പോൾ ആള് ഒറ്റയ്ക്ക് കൈയും വീശി വന്നു, വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തോ ഞാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ കൊടുത്ത് അയച്ചു. ഭാഗ്യത്തിന് കേക്കിനൊന്നും പറ്റിയില്ല. ഇങ്ങനെ റിസ്കുകളൊക്കെ എടുക്കുന്ന കസ്റ്റമറോട് എനിക്കൊന്നും പറയാനില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഞാനടിച്ച ടെൻഷന് യാതൊരുവിധ കണക്കുമില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.